السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദരണീയരായ ശ്രോതാക്കളെ, ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മനസ്സിനെ പറ്റിയാണ്, ഹാർട്ടിനെ പറ്റിയാണ്. നമ്മുടെ മനസ്സിന് ഇവിടെ വലിയ സ്ഥാനമുണ്ട്. മനസ്സ് വളരെ വലുതാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ 132 സ്ഥലത്ത് ഹാർട്ടിനെ പറ്റി, ഖൽബ് ഖുലൂബ് എന്നുള്ള പദം പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നർ ഹാർട്ട് എന്നുള്ള പദം, ഫുആദ്, അഫ്ഇദ എന്നുള്ള പദം, അതേ ഹാർട്ടിനെ പറ്റി 16 സ്ഥലത്ത് അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഹാർട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന, സ്ഥിതി ചെയ്യുന്ന സ്ഥലം സദർ, സുദൂർ, നെഞ്ച് എന്ന് അള്ളാഹു തആല 44 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പരിശുദ്ധ ഖുർആനിൽ ഇത്രമാത്രം സ്ഥലത്ത് അല്ലാഹു തആല ഈ ഹാർട്ടിനെ പറ്റി പറഞ്ഞു. ഏകദേശം 200ഓളം സ്ഥലത്ത്. ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ അംഗങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അംഗമായ ഹാർട്ടിനെ പറ്റി അള്ളാഹു ഖുർആനു ഷരീഫിൽ പറഞ്ഞു. ഈ ഹാർട്ട്, ഈ മനസ്സിനെ നാം നന്നായി ശുദ്ധീകരിക്കണം. മനസ്സിന്റെ ശുദ്ധിയാണ് നമ്മുടെ വിജയത്തിൻ്റെ, ഐഹിക പാരത്രിക വിജയത്തിൻ്റെ ഏക കാരണം. മനസ്സിന്റെ ശുദ്ധിയെപ്പറ്റി അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗത്തൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. നിങ്ങൾ അറിയണം, മനുഷ്യരുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, മാംസത്തിന്റെ കഷ്ണമുണ്ട്. അത് നന്നായാൽ, അത് ശുദ്ധിയായാൽ, അതിന് എന്തെങ്കിലും കറകൾ, അശുദ്ധികൾ വരാതിരുന്നാൽ നമ്മുടെ ആസകലം ശുദ്ധിയായി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാവുകയില്ല. അത് മോശമായാൽ നമ്മുടെ ശരീരം ആസകലം മോശമായി. അപ്പോ അതാണ് നമ്മുടെ ഹൃദയം, ഖൽബ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ ഖൽബ്, നമ്മുടെ ഹൃദയം വളരെ ശുദ്ധമായിട്ട് അതിനെ നാം സൂക്ഷിക്കണം. അതിലുണ്ടാകുന്ന ഒരുപാട് അഴുക്കുകളുണ്ട്. ഒരാളെപ്പറ്റി തെറ്റിദ്ധരിക്കുക, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ തെറ്റിദ്ധരിക്കരുത്, തെറ്റായ ധാരണ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഗീബത്ത്, നമീമത്ത് പോലെയുള്ള കാര്യങ്ങൾ മനസ്സിലൊതുക്കുകയും പിന്നെ പറയുകയും ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ദേഷ്യം, അസൂയ, അഹംഭാവം, അഹങ്കാരം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, നാപ്പാക്കികൾ, അശുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നതാണ്. ഈ മനസ്സിനെ അത്തരം മോശമായ ആ ചിന്താഗതിയെ തൊട്ട് കഴുകി ശുദ്ധിയാക്കണം. എന്നാൽ നമുക്കിവിടെ രോഗമില്ലാതെ ജീവിക്കാൻ പറ്റും. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഡിയോളജിസ്റ്റ് ആയ, ഹൃദയത്തിൻ്റെ ഡോക്ടറായ ഡോക്ടർ കെ അഗർവാൾ
അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങളും ആർട്ടിക്കിളും എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു 20 വർഷത്തിന് മുമ്പ് എഴുതിയ ഒരു ആർട്ടിക്കിളിൽ അദ്ദേഹം പറയുന്നു, നമുക്ക് ഒരാളെപ്പറ്റി വേണ്ടാത്ത ചിന്താഗതി, തെറ്റായ ധാരണകൾ ഉണ്ടാകരുത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു. ഇപ്പോൾ ശാസ്ത്രജ്ഞൻ പറയുന്നു നമുക്ക് അങ്ങനെയുള്ള ചിന്താഗതികൾ ഉണ്ടാകരുത്, ആരെപ്പറ്റിയും ഗീബത്തും നമീമത്തും പറയരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ പ്രസിദ്ധമായ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഹൗ ടു പ്രിവെന്റ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട്, എങ്ങനെ ഹാർട്ട് അറ്റാക്കിന് തടയാം എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ബെട്ര ഹോസ്പിറ്റലിൻ്റെ ചീഫ് കാർഡിയോളജിസ്റ്റ്, അവിടുത്തെ ഉയർന്ന ഹൃദയത്തിൻ്റെ ഹാർട്ടിൻ്റെ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് ഹർബാൻ എസ് വസീർ എന്നാണ്. അദ്ദേഹം പറയുന്നു, ദേഷ്യം പിടിക്കുമ്പോഴേക്ക് നമ്മുടെ ശരീരത്തിലേക്ക്, രക്തത്തിലേക്ക് 2 കെമിക്കലുകൾ ഇറങ്ങുകയും, ചുരുക്കി പറയുന്നു ആ കെമിക്കൽ അങ്ങനെ ഇറങ്ങിയാൽ നമ്മുടെ ഹാർട്ടിൻ്റെ മിടിപ്പ്, ഇടിപ്പ് അത് കൂടും, ബ്ലഡ് പ്രഷറും BP-യും കൂടും. അങ്ങനെ നമ്മുടെ ഹാർട്ടിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന ആ ശിര ഞരമ്പുകൾ നഗ്നനേത്രത്തിന് കാണാൻ പറ്റാത്ത ആ ഞരമ്പുകൾക്ക് ഡാമേജ് വരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നേരെ മറിച്ച് നല്ല ചിന്താഗതികൾ അത് നമുക്ക് അത് മുഖേന നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ റിലീസ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ ഹൃദയത്തിലേക്കും മറ്റും പമ്പ് ചെയ്യുന്ന ഞരമ്പുകൾ വികസിക്കുകയും രക്തയോട്ടങ്ങൾ നന്നായി നടക്കുകയും അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഗവേഷകർ പറഞ്ഞു, ദേഷ്യം, അതായത് പക മനസ്സിൽ വെക്കാൻ പാടില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പക വെക്കരുത്, വിരോധം വെക്കരുത് എന്ന്. ഇന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു, ഈ വിരോധം, പലരുടെ അടുത്തും വിരോധം വെച്ച് നടക്കുക എന്നുള്ളത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. Envy causes many diseases such as indigestion, acidity, gastritis, hypertension and heart diseases and many neurological disorders എന്ന് ഗവേഷകർ പറയുന്നു. ചുരുക്കത്തിൽ നമ്മുടെ ദഹനമില്ലായ്മ, ആസിഡിറ്റി, ഗ്യാസ്ട്രിക്സിൻ്റെ പ്രശ്നങ്ങൾ, രക്തസമ്മർദ്ദം, ഹൈ BP, ഹാർട്ടിൻ്റെ രോഗങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഈ ദേഷ്യം, വിരോധം, അതായത് പക, വിരോധം മനസ്സിൽ വെക്കുന്നത് കൊണ്ട് ഉണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചുരുക്കത്തിൽ ഒരുപാട് ഇങ്ങനെ മനസ്സിൻ്റെ അശുദ്ധി കൊണ്ട് നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തെറ്റുകൾ ചെയ്യാതിരിക്കുക, ആ തെറ്റുകൾ ചെയ്യാതിരുന്നാൽ നമ്മുടെ മനസ്സിന് വലിയ ഒരു ആരോഗ്യം ലഭിക്കുന്നു. അത് മുഖേന നമ്മുടെ ശരീരത്തിനും വലിയ ആരോഗ്യം ലഭിക്കുന്നുണ്ട്. പഴയകാലത്തുള്ള അതിവിദഗ്ധനായ വളരെ പ്രസിദ്ധനായ ഡോക്ടർ സാബിത്ത് ഇബ്നു ഖുറ പറഞ്ഞിട്ടുണ്ട്, വറാഹത്തു റൂഹി ഫീ ഖില്ലത്തിൽ ആസാം. തെറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് മനസ്സിന് വലിയ ഒരു സമാധാനം ഉണ്ടാകുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഈ തെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വിഷത്തിൻ്റെ സ്ഥാനത്താണ്. പെട്ടെന്നായി നമ്മുടെ ഹൃദയം അത് അങ്ങനെ ഓഫായില്ല എങ്കിലും അത് അതിനെ ദുർബലപ്പെടുത്തും തെറ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഹൃദയം ദുർബലപ്പെട്ടാൽ, അതിൻ്റെ ശക്തി കുറഞ്ഞാൽ പിന്നെ രോഗത്തിനെ തടയാനുള്ള ശക്തിയും കുറയും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവര് പറയുന്നത്
റഅയ്തു ദുനൂബ തുമീത്തുൽ ഖുലൂബ വഖദ് യൂരിസു ദില്ല ഇദ്മാനുഹ. ഞാൻ തെറ്റിനെ അത് ഹൃദയത്തിനെ ഇല്ലാണ്ടാക്കുന്ന, ഹൃദയത്തിനെ നശിപ്പിക്കുന്ന ഒന്നായി കാണുന്നുണ്ട് എന്ന് മാത്രമല്ല, വതറക്കു ദുനൂബി ഹയാത്തുൽ ഖുലൂബ്, തെറ്റിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൻ്റെ ജീവനാണ്. വഖൈറുൽ ലിനഫ്സിക ഇസ്യാനുഹ, നിനക്ക് ഏറ്റവും ഉത്തമം നിന്റെ ഹൃദയത്തിനെ തെറ്റിനെ തൊട്ട് കാക്കലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അമേരിക്കയിൽ ഏറ്റവും വിദഗ്ധനായ കാർഡിയോളജിസ്റ്റ്, ഹാർട്ടിൻ്റെ ഡോക്ടർ ഡീൻ ഓർണിഷ്, അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, പ്രോഗ്രാം റിവേഴ്സിങ് ഹാർട്ട് ഡിസീസസ് എന്ന് പറഞ്ഞിട്ട്. വളരെ പ്രസിദ്ധമായ, അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച ഒരു ബുക്കാണ്. ഹാർട്ടിൻ്റെ രോഗങ്ങളെ എങ്ങനെ തടയാം, ഇല്ലാണ്ടാക്കാം എന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ, അതായത് എപ്പോഴും പുഞ്ചിരി, എന്നാൽ ഹാർട്ടിൻ്റെ രോഗം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ദയകൾ ഉണ്ടാക്കുക, അതും ദയ, എല്ലായിടത്തും ദയ കാണിക്കുക, ഹാർട്ടിൻ്റെ രോഗം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പാടില്ലാത്ത ഒരുപാട് കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ദേഷ്യം, പിന്നൊന്ന് വ്യസനം, അസൂയ, ഈ വിരോധം, അതേപോലെ തന്നെ അത്യാർത്തി, ഇങ്ങനെയുള്ള ഉത്കണ്ഠ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, എന്നാൽ ഹാർട്ടിന് രോഗം ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം ഈ അടുത്തായി കണ്ടുപിടിച്ച് പറഞ്ഞത്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ വളരെ നന്നായി നാം വളരെ ശുദ്ധിയാക്കി സൂക്ഷിച്ചാൽ ഇവിടെ യാതൊരു രോഗങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.